Hi all, welcome back to my channel. കണ്ണടകൾ ഉപയോഗിക്കുന്ന എല്ലാവരും നമ്മൾ കാണാറുണ്ടല്ലേ. ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ കണ്ണടകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതും പോരാഞ്ഞിട്ട് കാഴ്ചക്ക് പ്രശ്നമില്ലാത്ത ആൾക്കാരാണെങ്കിൽ സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടും ഫാഷൻ്റെ ഭാഗമായിട്ടും ഒക്കെ കണ്ണടകൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ കേൾവി സഹായികളെ പറ്റി അങ്ങനെയാണോ എല്ലാവരും കാണുന്നത്? കേൾവി സഹായികൾ ആവശ്യമുള്ള ആൾക്കാർക്ക് തന്നെ അത് യൂസ് ചെയ്യാൻ ഒരു ഇത്തിരി മടിയാണല്ലേ. അതുപോലെ തന്നെ ഈ കേൾവി സഹായികൾ അഥവാ ഹിയറിംഗ് എയ്ഡ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ, അത്തരം 5 തെറ്റിദ്ധാരണകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം, കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മളെ ഫാമിലിയിലാണെങ്കിലും നമുക്ക് പരിചയമുള്ള ആൾക്കാരിലാണെങ്കിലും ഒക്കെയും ഈ ഹിയറിംഗ് എയ്ഡ് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവാം. എല്ലാവരുടെയും തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനേന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ നമ്മളെ ഇകഴ്ത്തി കാണും. അതായത് ഈ ഒരു കേൾവി സഹായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്മുടെ അടുത്ത് എത്രയോ പേഷ്യൻസ് വന്ന് നമ്മൾ പറയുന്നത്, അയ്യോ എനിക്ക് ഇത്രയും വയസ്സായില്ല, ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, കാരണം ആൾക്കാർ വിചാരിക്കും ഞാൻ ചെവി പൊട്ടനാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്നുള്ളത്. അപ്പോൾ ആൾക്കാർ ഈ ഒരു കേൾവി സഹായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തോ ഒരു വൈകല്യമുണ്ട് എന്നുള്ള രീതിയിലാണ് ബിഹേവ് ചെയ്യാമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പം ഒരു കേൾവി കുറവുണ്ടെന്ന് വിചാരിക്കുക, തീർച്ചയായും മറ്റൊരാൾ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് കേൾക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും കൂടി പറയാമോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് എത്രത്തോളം എന്താ പറയുക ഡിസ്കംഫേർട്ടാണ്, എത്രത്തോളം മോശമാണ് ഒരാളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പം അത് ഒരാളിൽ നമ്മളെ ഇംപ്രഷന് കുറക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ്, നമ്മളിപ്പോൾ സ്വതന്ത്രരായിട്ട് ഒരാളെ ആശ്രയിക്കാണ്ടൊക്കെ നിൽക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടല്ലേ ഇത്രയും ടെക്നോളജി ഡെവലപ്പായിട്ട് നമുക്കൊരു കേൾവി സഹായികളൊക്കെ ഡെവലപ്പായിരിക്കുന്നത്. പക്ഷേ ആൾക്കാർക്ക് ഇപ്പം ഇത് വാങ്ങാൻ മടിയായത് കാരണം നമ്മളൊരു സ്റ്റഡീസ് പറയുന്ന പോലെ തന്നെ നമ്മളൊരു ഏഷ്യൻ കൾച്ചറിൽ നമ്മളിപ്പോൾ കൂട്ടുകുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ മക്കളായാലും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും അറിയാം വയസ്സായ ആൾക്കാരോട് നമ്മളൊരു റെസ്പെക്റ്റിലാണ് പെരുമാറുക. അപ്പോൾ അവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിയാം. നമ്മൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? ശബ്ദം ഉയർത്തി അവർക്ക് കേൾക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കും. അപ്പോൾ പൊതുവേ അങ്ങനൊരു ധാരണ വയസ്സായ കേൾവിക്കുറവ് വരും, അല്ലെങ്കിൽ അത് കോമൺ ആണ്, അതിലത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് മാറി. വയസ്സായ ആൾക്കാരാണെങ്കിൽ പോലും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ആൾക്കാരായിട്ട് ഇടപെടേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒന്നും കൂടി പറയാമോ എന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ചില ആൾക്കാർ ഇനി പറയാൻ വയ്യ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അവരുടെ ഇതൊന്നും എന്താ പറയുക, ഒരാളെ മുന്നിൽ നമ്മൾ താഴ്ന്നു നിൽക്കേണ്ട അവസ്ഥയില്ല. നമുക്ക് ഈ ഒരു കേൾവി സഹായി വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരുടെടുത്തും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. പ്രായഭേദമന്യേ നിങ്ങൾ ഈ കേൾവി സഹായികൾ യൂസ് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതാണ് ആദ്യത്തെ തെറ്റിദ്ധാരണ. രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ കേൾവി സഹായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് പോലെയാണ്. അതായത് നമ്മളിത് കുറച്ചു കാലം യൂസ് ചെയ്താൽ മതി, പിന്നെ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. കേൾവി സഹായം എന്തിനാണ് കൊടുക്കുന്നത്? ഞരമ്പിനെ ബാധിച്ച കേൾവിക്കുറവിനാണ് നമ്മൾ കേൾവി സഹായി പൊതുവെ കൊടുക്കുക. അപ്പോൾ ഞരമ്പിനെ ബാധിച്ച കേൾവിക്കുറവ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് അവിടെ കേൾവിക്കുറവ് വന്നു കഴിഞ്ഞു. അതിനെ ഒരിക്കലും നമുക്ക് എന്താ പറയുക മാറ്റിയെടുക്കാൻ പറ്റില്ല. അതിന് പകരം കേൾവിയെ സഹായിക്കാനുള്ളതാണ് ഈ മെഷീൻ. അതായത് ഇപ്പോൾ സാധാരണ നോർമലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 20 dBയിൽ കേൾക്കുമെങ്കിൽ ഒരു കേൾവിക്കുറവുള്ള വ്യക്തി 40 dBയിലോ 50 dBയിലോ ഉള്ള സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഈ 50 dBയിൽ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് 20 dBയിലെ സൗണ്ടുകളൊന്നും തന്നെ കേൾക്കില്ല. അപ്പം ഈ ഒരു കേൾവി സഹായം എന്താണ് ചെയ്യുന്നത്? 20 dB സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഈ 50 dBയിൽ കേൾക്കുന്ന തരത്തിലേക്ക് ആക്കി കൊടുക്കുകയാണ് ഈ ഒരു കേൾവി സഹായം മെയിനായിട്ട് ചെയ്യുന്നത്. അയാൾ കേൾക്കുന്ന ലെവലിലേക്ക് സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അയാൾക്ക് സുഖമായിട്ട് കേൾക്കാൻ പറ്റും. അതാണ് ഈ ഹിയറിംഗ് എയ്ഡിൻ്റെ ജോലി. അപ്പം ഇത് ഒരു ചുരുങ്ങിയ കാലം യൂസ് ചെയ്തതുകൊണ്ട് നിങ്ങളെ കേൾവി മാറുകയൊന്നുമില്ല. അപ്പോൾ നിങ്ങളിത് ലൈഫ് ലോങ് ഈ ഒരു കേൾവിൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ലൈഫ് ലോങ് ഈ ഒരു മെഷീൻ യൂസ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ, കാരണം ഇത് നമ്മൾ ലൈഫിൻ്റെ എവിടെയെങ്കിലും വെച്ച് ഈ ഒരു കേൾവിക്കുറവ് മാറാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഈ മെഷീനും നിങ്ങൾ അതുപോലെ തന്നെ യൂസ് ചെയ്യും. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഇത് നമ്മളെ കേൾവിക്കുറവിന് കൂട്ടുന്നുള്ളത്. ഒരിക്കലുമില്ല. നല്ലൊരു ഹിയറിംഗ് എയ്ഡ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് നമ്മളെ കേൾവിക്കുറവിന് അനുസരിച്ചാണ് നമ്മൾ ഫിറ്റ് ചെയ്തെങ്കിൽ അതൊരിക്കലും നമ്മൾ കേൾവിയെ കുറക്കാൻ പോകുന്നില്ല. കൂടാതെ ഇത് ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് നമ്മൾ കേൾവിക്കുറവിൻ്റെ നാച്ചുറലായിട്ട്, അതായത് നമുക്ക് ഓരോ വർഷവും ഇപ്പം ഒരു 5% കേൾവി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു നഷ്ടപ്പെടുന്നതിൻ്റെ അളവിനെ ഈ കേൾവി സഹായികൾ കുറക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഒരു സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ്, ആ ഒരു എബിലിറ്റി ഈ ഒരു ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരിലും യൂസ് ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിരിക്കും. അതായത് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഈ ഒരു സംസാരം മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും എന്നാണ് സ്റ്റഡീസൊക്കെ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു തെറ്റിദ്ധാരണ ആൾക്കാർ പറയുന്നത്? കാരണം നമ്മളൊരു ഓഡിയോളജിസ്റ്റിനെ ഈ ഹിയറിംഗ് എയ്ഡ് വാങ്ങാൻ വേണ്ടി കാണുന്നതിന് മുന്നേ ഒരു 6 കൊല്ലമോ 10 കൊല്ലമോ നമ്മൾ ഈ കേൾവിക്കുറവുമായി പൊരുത്തപ്പെട്ട് ജീവിച്ചിട്ടുണ്ടാകും.
അപ്പോൾ പൊതുവേ നമ്മുടെ ബ്രെയിന് അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, അതായത് ഇതാണ് എൻ്റെ നോർമൽ ലെവൽ എന്നുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നീട് അത് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാം നല്ല നോർമൽ സൗണ്ടൊക്കെ നമ്മൾ നന്നായിട്ട് കേട്ട് വരികയാണ്. പിന്നെ ആ ഒരു കേൾവി സഹായം എടുത്തു മാറ്റുമ്പം നമുക്ക് ആ ഒരു പണ്ട് കേട്ട ഒരു രീതിയിലേക്ക് നമുക്ക് പൊരുത്തപ്പെട്ട് വരാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാ ചെറിയ ശബ്ദങ്ങളും കേട്ട് തുടങ്ങി, വലിയ ശബ്ദങ്ങൾ മാത്രമല്ല എല്ലാ ശബ്ദങ്ങളും നമ്മൾ കേട്ട്. നമ്മൾ ഈ കേൾവി സഹായം പിന്നെ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഈ ചെറിയ ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ കേൾവിക്കുറവ് കൂടിയിരിക്കുന്നു, ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ കേൾവിക്കുറവ് കൂടിയത്. പക്ഷേ സത്യം അതാണോ? അതല്ല. നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്തത് കൊണ്ടാണ്, അതുമായിട്ട് പൊരുത്തപ്പെട്ട് വന്നത് കൊണ്ടാണ് നമുക്ക് ഈ ചെറുതും വലുതുമായ എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എടുത്തു മാറ്റി അതൊന്നും കേൾക്കില്ല, പണ്ട് കേട്ട പോലെ കേൾക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഈ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നേരത്തെ ഉള്ളതുപോലത്തെ ഇതാണ് എൻ്റെ നോർമൽ എന്ന് ഫീൽ ചെയ്യില്ല. അപ്പം ഇതാണ് ഈ ഒരു തെറ്റിദ്ധാരണ പരക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. നാലാമത്തൊരു കാര്യമാണ്, എല്ലാ ഹിയറിംഗ് എയ്ഡ്സും ഒരുപോലെയാണ്, ജസ്റ്റ് എല്ലാ മെഷീൻസാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അതും തെറ്റാണ്. കാരണം ഇന്നത്തെ ടെക്നോളജിയിൽ നമുക്ക് പലതരം പ്രൈസിൽ, അതായത് പലതരം വിലകളിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ്. അതിൽ ഓരോന്നിലും ഓരോ സോഫിസ്റ്റിക്കേഷൻ ആയിരിക്കും, അതായത് ഓരോന്നിലും ഓരോ ടെക്നോളജി ആയിരിക്കും, പലതരം കമ്പനീസിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ ആവശ്യത്തിന് ഏതാണോ ബെസ്റ്റ് അതാണ് നമുക്കൊരു ഓഡിയോളജിസ്റ്റ് ചൂസ് ചെയ്ത് തരാൻ. അപ്പോൾ അതും അല്ലാണ്ട് നമ്മൾ അല്ല ഇതെല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ശരിയായ ഒരു കാഴ്ചപ്പാടല്ല. ഈ വിലൻ്റെ മാറ്റത്തിനനുസരിച്ചും അതുപോലെ കമ്പനീൻ്റെ മാറ്റത്തിനനുസരിച്ചും ഒക്കെ ഹിയറിംഗ് എയ്ഡ്സിൽ മാറ്റങ്ങൾ വരും. നമ്മളെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിപ്പോൾ ഒരു മീറ്റിങ്ങിന് പോകാനാണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക മൊബൈൽ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ നിങ്ങളൊരു മെഷീൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചുള്ള മെഷീൻ വേണം ചൂസ് ചെയ്യാൻ. നല്ലൊരു ഓഡിയോളജിസ്റ്റിനായി കാണുക. അതുപോലെ തന്നെ വേറൊരു തെറ്റിദ്ധാരണയാണ്, നമ്മളിത് എല്ലാ മെഷീൻസും പോലെയാണ്, ഇത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഫോളോ അപ്പ് ചെയ്യാതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഏതൊരു നല്ലൊരു ഓഡിയോളജിസ്റ്റിൻ്റെ കയ്യിൽ നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാലും അവരൊന്ന് പറയും നിങ്ങൾ ഇത്ര ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ 2 weeks ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വരണം, നമുക്കിത് ട്യൂൺ ഇൻ ചെയ്യാം. അതുപോലെ തന്നെ 6 months കൂടുമ്പോൾ അല്ലെങ്കിൽ 3 months കൂടുമ്പോൾ നിങ്ങളിത് ഫോളോ അപ്പ് ചെയ്യണമെന്ന്. പക്ഷേ ഈ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന പല ആൾക്കാരും അത് ചെയ്യാറില്ല എന്നാണ് വാസ്തവം. കാരണം അവർ വിചാരം നമ്മൾ ഫ്രിഡ്ജ് വാങ്ങുമ്പോഴോ AC വാങ്ങുമ്പോഴോ ആണ്. പക്ഷേ അങ്ങനെയല്ല, ഇത് നമ്മളെ കേൾവിയെ സഹായിക്കുന്ന മെഷീനാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളെ കേൾവി ഇങ്ങനെ 6 മാസം കൂടുമ്പോഴൊക്കെ എന്തായാലും എല്ലാവരുടെയും കേൾവി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്തെന്നിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് ഫൈൻ ട്യൂണിങ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ക്ലാരിറ്റിയിൽ കേൾക്കാൻ വേണ്ടി സാധ്യമാവുകയുള്ളൂ. അപ്പം നിങ്ങളൊരു ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ എന്താണോ ആ ഓഡിയോളജിസ്റ്റ് പറയുന്നത് ഇത്ര മാസത്തിന് ശേഷം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ചുരുക്കി എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കേൾവി സഹായി നല്ലൊരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്താണ് വാങ്ങുന്നതെങ്കിൽ, അതായത് നിങ്ങളെ കേൾവിക്കനുസരിച്ച് നിങ്ങളെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇനഫ് ആംപ്ലിഫിക്കേഷനും നിങ്ങൾക്ക് ആവശ്യമായ സൗണ്ട് പ്രോസസ്സിംഗ് ആയിട്ടുള്ള ടെക്നോളജിയുള്ള ഹിയറിംഗ് എയ്ഡ്സുമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾ 100% നിങ്ങൾ ആ ഹിയറിംഗ് എയ്ഡുമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് നല്ലൊരു ഓഡിയോളജിസ്റ്റിനെയാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കും. നിങ്ങൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരൊറ്റ വീഡിയോസ് പോലും മിസ്സാവുന്നതായിരിക്കില്ല. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ കമൻസ് ആയിട്ട് നിങ്ങളെ സംശയങ്ങളാണെങ്കിലും നിങ്ങളെ റെക്കമെൻഡേഷൻസ് ആണെങ്കിലും രേഖപ്പെടുത്താവുന്നതാണ്. വാട്സപ്പിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ കൂടി എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഹിയറിംഗ് എയ്ഡ്സ് ആർ ലൈഫ് ചേഞ്ചിങ് ഡിവൈസസ്. Thank you for watching. Bye bye.